ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രമതി, ശ്രീകാന്തും വർഷയും പോയതിന് ശേഷം ഭക്ഷണമൊന്നും ചോന് കഴിക്കുന്നില്ല. അത് മനസ്സിലാക്കിയ രവിയേട്ടൻ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര നീ ഭക്ഷണം കഴിക്കാത്തത്? നീ ഇങ്ങനെ ആരോഗ്യം വെറുതെ നശിപ്പിക്കല്ലേ, വന്നേ ഭക്ഷണം കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. അന്നേരം ചന്ദ്രമതി പറയുന്നു, ഇല്ല ഞാൻ വരില്ല, എൻ്റെ ശ്രീകാന്തും വർഷമോളും വരാതെ ഞാനിനി ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ വിളിക്കുകയും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം സച്ചി ഹോട്ടലിൽ പോയിട്ട് കുറേ ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് വാഴയിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നിരത്തി ഈ ബിരിയാണി അങ്ങോട്ട് തട്ടുന്നുണ്ട്. രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താടാ സച്ചി? അന്നേരം സച്ചി പറയുന്നു, അച്ഛാ ഇത് ബിരിയാണി ചലഞ്ചാണ് നടത്താൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നീ ഹോട്ടലിൽ നിന്ന് മേടിച്ചാണോ എന്ന് ചോദിക്കുന്നുണ്ട് രവിയേട്ടൻ. അല്ല അച്ഛാ, ഞാൻ ഹോട്ടലിൽ നിന്നോ റെസ്റ്റോറൻറ്റിൽ നിന്നോ മേടിച്ചതല്ല, ഇത് പ്രസാദമാണ് അച്ഛാ, പ്രസാദം എന്നൊക്കെ പറഞ്ഞ് കണ്ണിറുക്കി കാണിക്കുന്നുണ്ട്. അന്നേരം കാണിക്കുന്നുണ്ട് ചന്ദ്രമതിക്ക് ബിരിയാണിയുടെ മണവും മുട്ടയും ചിക്കനും ഒക്കെ കണ്ടിട്ട് കൺട്രോൾ പോകുന്നുണ്ട്. അന്നേരം സച്ചി പറയുന്നു, അച്ഛാ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് രവിയേട്ടൻ ചന്ദ്രമതിയെ നോക്കുന്നുണ്ട്. ചന്ദ്രമതി റൂമിലേക്ക് പോകുന്നു പെല്ലെ. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെ ചന്ദ്രമതി പൊരിക്കുന്നുണ്ട്. ശ്രുതി ചന്ദ്രമതിയുടെ വിരട്ടൽ സഹിക്കാനാകാതെ കൂട്ടുകാരിയോട് പറയുന്നു നടന്ന കാര്യങ്ങളൊക്കെ. അന്നേരം കൂട്ടുകാരി പറയുന്നു, നമുക്ക് വീണ്ടും വീരാനെ ഇറക്കിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, അദ്ദേഹം മതി, പക്ഷേ എൻ്റെ മനസ്സിൽ ചില ഐഡിയയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. വീരാൻ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. സ്റ്റൈലൊക്കെ കാണിച്ച് വന്ന് ഇറങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.